We have taken a holistic view and are paying equal attention to all matters from policy formulation to the last mile implementation. This is the right time to invest in this state. We have given clearances to 31 private industrial parks within a year. I have come to express the central government's solidarity and full support to invest Kerala. ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇന്നതിന് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അവർ പ്രതിപക്ഷത്ത് വന്നാലും അവർ ഇതേ കൾച്ചർ തുടരണം. മാറ്റം ഉണ്ടായിരുന്ന പറഞ്ഞത് പഴയ പോലെ ആവരുന്നാണ് ഞാൻ ഉറപ്പ്. നമസ്കാരം. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ നടക്കുകയാണ്. 6 രാജ്യങ്ങൾ ഔദ്യോഗികമായി അതിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ഇതിനകം തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള താല്പര്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാർ വാനോളം പുകഴ്ത്തുന്നുണ്ട്. പ്രതിപക്ഷം ഉറച്ച പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. നമ്മുടെ സംരംഭക സൗഹൃദ സാഹചര്യം കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനിയും കൂടുതൽ നിക്ഷേപം, കേരളം നിക്ഷേപത്തിന്റെ കവാടമാണ് എന്നതടക്കം കേന്ദ്രമന്ത്രിമാരുടെ വലിയ തരത്തിലുള്ള അനുകൂല പ്രസ്താവനകൾ വരികയാണ്. നമ്മുടെ അന്തരീക്ഷം ആകെ മാറണം. കൂടുതൽ നിക്ഷേപം നമുക്ക് വേണം. കേരളം മുന്നോട്ട് പോകണം. നമുക്ക് തനത് വരുമാന വർധനവുണ്ടാകണം. നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴി വേണം. ഇവിടെ തൊഴിൽ വേണം, വികസനം വേണം എന്ന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് കേരളം നിക്ഷേപകർക്ക് വികസനത്തിന്റെ വാതിൽ തുറന്നിടുകയാണ്. ഈ ദിവസം നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. കോൺഗ്രസിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, ഇടത് സഹയാത്രികൻ ഡോക്ടർ പ്രേംകുമാർ, BJPയിൽ നിന്ന് ശ്രീ പ്രിൻറ്റു മഹാദേവ്, സംരംഭകൻ ശ്രീ KP രാജീവ് എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിലേക്ക് ചേരുകയാണ്. ശ്രീ പ്രേംകുമാർ, അങ്ങ് ആ വേദിയിൽ നിന്നാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്നത്. ഇത്രയും നേരം അവിടെയാണ് ഉണ്ടായിരുന്നത്. ഇത്രയും മണിക്കൂറുകൾ അവിടെ ചിലവഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എത്രത്തോളം ചേർന്നു നിന്നുകൊണ്ടാണ് കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിനെ ലോകമെമ്പാടും കാണുന്നത്. നമ്മൾ വലിയ എഫോർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു നിക്ഷേപക സംഗമത്തിലേക്ക് തന്നെ വരുന്നത്. നമ്മൾ ഇന്ത്യക്കും അകത്തും പുറത്തുമൊക്കെ റോഡ് ഷോകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നടന്ന ഇക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു വലിയ സമാഗമം ഇവിടെ നടത്താൻ പോവുകയാണ്. കേരളം ലോകത്തെ ക്ഷണിക്കുകയാണെന്ന പ്രഖ്യാപനത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു സമ്മിറ്റിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ, നമുക്ക് കിട്ടുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? 2 കാര്യങ്ങളുള്ളത്. ഞാൻ ഈ ടെലിവിഷൻ ചർച്ചയിൽ വരാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ബിസിനസ് കോൺക്ലേവുകളിൽ ഏകദേശം ഒരു 10 വർഷക്കാലമായിട്ട് ഞാൻ പങ്കെടുക്കാറുണ്ട്. അവിടെ എൻ്റെ കൂടെ ഇരിക്കുന്ന രാജീവിനെ പോലെയുള്ള ഓൺട്രപ്രീനേഴ്സ്, ബിസിനസ്സുകാർ പങ്കെടുക്കാറുണ്ട്. പക്ഷേ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ മുന്നേ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ വലിയ പ്രതീക്ഷകളോടെ വരികയും വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുകയും മൊത്തത്തിലുള്ളൊരു മൂഡ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇതൊക്കെ പറയുന്നു എന്നല്ലാതെ ഇതൊന്നും അങ്ങ് നടക്കില്ലപ്പാ, കേരളത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു എന്നുള്ളൊരു മെസ്സേജാണ് ഓവറോൾ, ആ ഒരു മൂഡാണ് കിട്ടാറുള്ളത്. പക്ഷേ ഈ ഇവൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചുരുങ്ങിയതൊരു 6-7 മാസം മുമ്പെങ്കിലും പി രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള വളരെ എഫിഷ്യൻ്റായ ഒരു ടീം ഗ്ലോബലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സമ്മിറ്റ് മാത്രമല്ല, അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് അവിടെ നടക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളതിൻ്റെ ഇനീഷ്യൽ ഡിസ്കഷൻസ് ഒക്കെ ഇവരുടെ പ്രിപ്പറേറ്ററി കോൺക്ലേവ്സ് 45 എണ്ണമാണ് നേരത്തെ കഴിഞ്ഞു. എണ്ണം കറക്റ്റ് ആണെന്ന് എൻ്റെ ധാരണ. അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം വളരെ ക്ലിയർ ആയ പ്ലാനോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫൈനലൈസേഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായ ഒരു ആംബിയൻസ് ആണ് അവിടെ. മുന്നേയും LDF ഗവൺമെൻറ് നടത്തിയതും UDF ഗവൺമെൻറ് കാലത്ത് നടത്തിയതും ടൈ നടത്തിയൊക്കെ കുറേ ഇവൻറ്റ്സിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വലിയ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം കാണുന്നുണ്ട്. പിന്നെ പഴയൊരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു LDFും UDFും മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ UDF ഒരു കാര്യം വന്നാൽ ശരിയല്ലെന്ന് LDF പറയുക, LDF ഒരു കാര്യം കൊണ്ടുവന്നാൽ ശരിയല്ലെന്ന് UDF പറയുക എന്നുള്ള സിനാരിയോ മാറിയിട്ട് ഇന്ന് അവിടുന്ന് ഏറ്റവും പ്രതീക്ഷയോടെ തന്നെ ഞാൻ അതിനെ കാണുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഗവൺമെൻറ് ചെയ്യുന്ന കേരളത്തിൻ്റെതാണ് വികസനം, കേരളത്തിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്, കേരളത്തിലാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നത്. ഓപ്പോസിഷൻ വളരെ ക്രിയേറ്റീവായിട്ട് തന്നെ പ്രൊഡക്റ്റീവായിട്ട് തന്നെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യും. ഒരു കണ്ടീഷനും കൂടെ VD സതീശൻ പറയുന്നു, ഇനി നാളെ ഇപ്പോഴത്തെ ഭരണകക്ഷി പ്രതിപക്ഷത്തായാൽ അപ്പോഴും ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നുള്ളത്. ലോകം മുഴുവൻ മാറുകയാണ്, ഇന്ത്യ മാറുകയാണ്, എന്താ പറയുക, ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും സ്മാർട്ട് ബിസിനസ്സും IR 4-5 എന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പല കാര്യങ്ങളിലും ലോകത്തിന് മാതൃകയാവുന്ന കേരളം, ഇന്ത്യക്കല്ല ലോകത്തിന് മാതൃകയാവുന്ന ഹെൽത്ത് സെഗ്മെന്റിലായിരുന്നാലും എഡ്യൂക്കേഷനിലായിരുന്നാലും ഓവറോൾ ഡെവലപ്മെന്റിലായിരുന്നൊക്കെ ലോകത്തിന് മാതൃകയാവുന്ന കേരളത്തിന് ഒരു കാരണവശാലും ഈ ചേഞ്ചിൽ നിന്ന് പിറകോട്ട് പോവാൻ പറ്റില്ല. ആ ഒരു എന്താ പറയുക
കോൾ ഓഫ് ദ ടൈം ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന വലിയൊരു ഇവൻ്റാണിത്. ഇത് വലിയ ഊർജ്ജം തന്നെ നൽകും. വളരെ കോൺക്രീറ്റ് ആയ പദ്ധതികൾ നാളെ വൈകുന്നേരം അനൗൺസ് ചെയ്യപ്പെടും. അതിൻ്റെ പണികളാണ്, അതിൻ്റെ ഹോംവർക്കാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലത്തെ ഇനോഗ്രൽ സെഷൻ കഴിഞ്ഞ് വൈകിട്ട് ഇപ്പോൾ 6 മണി വരെയും പി രാജീവും അദ്ദേഹത്തിൻ്റെ ടീമും ഓൺടർപ്രീനേഴ്സുമായിട്ട് 1-to-1 ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലാതെ വലിയ പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തിയിട്ട് പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ജിം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രഖ്യാപനങ്ങൾ നടക്കുന്നു. നടക്കാൻ സാധ്യതയില്ലാത്ത, ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ലാത്ത വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ കുറേ ഇഷ്യൂസ് ഉണ്ടാവുന്നു, അത് മുടങ്ങിപ്പോകുന്നു. അതിൽ നിന്ന് മാറിയിട്ട് വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്രോച്ചും അതിന്റെ ഒരു അന്തരീക്ഷമാണ് കാണാനുള്ളത്. ഇത് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണെന്ന് തന്നെ ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പൊ 2003 ജിം ഉണ്ടാകുന്നു, 12 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ എമേർജിംഗ് കേരള ഉണ്ടാകുന്നു, 2020 എസൻ കേരള ഉണ്ടാകുന്നു, 2025 ഇവിടെ ഇൻവെസ്റ്റ് കേരള ഉണ്ടാവുകയാണ്, ആഗോള നിക്ഷേപക ഉച്ചകോടി ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു പാറ്റേണിൽ നോക്കുകയാണെങ്കിൽ ഇത് 4ാമത്തെ നിക്ഷേപക സംഗമമാണ് 22 വർഷത്തിനിടയിൽ കേരളത്തിൽ നടക്കുന്നത്. ഇവിടെ പക്ഷെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ കേരളം മാറിയിരിക്കുന്നു, നമ്മുടെ സമീപനം മാറിയിരിക്കുന്നു. ഇവിടേക്ക് വരുന്നൊരു വ്യവസായ സ്ഥാപനത്തിന്, ഒരു സംരംഭകന് ഒക്കെ കുറച്ചുകൂടി പരിഗണന കൊടുക്കാൻ സർക്കാർ തയ്യാറാകുന്നു. അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് വ്യവസായ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ, തൊഴിൽ ഒക്കെ വരാൻ പോവുകയാണ് എന്നൊരു കാഴ്ചപ്പാട് സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നു. പ്രതിപക്ഷം അതിന് വലിയ തോതിലുള്ള പിന്തുണ, വളരെ പോസിറ്റീവായിട്ടുള്ള പിന്തുണ അവിടെ വാഗ്ദാനം ചെയ്യുന്നു. കേന്ദ്രമന്ത്രിമാരടക്കം വന്ന് കേരളം നിക്ഷേപത്തിന്റെ വികസനത്തിന്റെ കവാടമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ആ ഒരു പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ഉറപ്പായിട്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതൊരു വലിയ സന്ദേശം തന്നെയാണ്. എങ്ങനെയാണ് ഈ സംഗമത്തെ, ഇതിലൂടെയുള്ള സർക്കാരിന്റെ മുന്നോട്ട് പോക്കിനെ, കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ കാണുന്നത് പ്രതിപക്ഷം? നോക്കൂ, ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം വളരെ ക്രിയാത്മകമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഒരു വലിയ പിന്തുണ തന്നെ സർക്കാരിന് ഇക്കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. കേരളം മുന്നോട്ട് പോകണമെങ്കിൽ, ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വർധനമുണ്ടാവണമെങ്കിൽ, കേരളത്തിലെ ജനങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാതെ, ഇനിയുള്ള യുവജനങ്ങൾക്ക് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ടാകണമെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നേ പറ്റൂ, തൊഴിലവസരങ്ങൾ ഉണ്ടായേ പറ്റൂ, ഇവിടുത്തെ ജീവിത നിലവാരം ഉയർത്താൻ നമുക്ക് സാധിച്ചേ പറ്റൂ. അതിന് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. സ്വകാര്യ നിക്ഷേപകരെ ആട്ടി ഓടിച്ചുകൊണ്ടുള്ള ഒരു സമീപനം കേരളത്തിന് സാധ്യമല്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള അപ്രോച്ചിലൂടെ കേരളത്തിലെ ഗവൺമെൻറ്റിന് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്, നിലവിലെ ഗവൺമെൻറ് വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം പ്രതിപക്ഷത്തിരിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് വികസന മുന്നേറ്റങ്ങളോട് വളരെ ക്രിയാത്മകമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട്, ഗവൺമെൻറ്റിന് വേണ്ട പിന്തുണ നൽകുന്നുണ്ട്. ഒരു തരത്തിലും ഗവൺമെൻറ്റിനെ ഒരു ഹഡിലായിട്ട് മുന്നിൽ നിൽക്കുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന സർക്കാരിന് വളരെയധികം ഭാഗ്യമായിട്ടുള്ള സംഗതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്കറിയാം, ഇപ്പോൾ മാധുവിനെ സൂചിപ്പിച്ചു, 2003 ജിമ്മിനെ കുറിച്ച് സൂചിപ്പിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി വന്ന് പ്രസംഗിച്ച കാര്യം, വരവേൽപ്പ് സിനിമയെക്കുറിച്ച് പ്രസംഗിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. ആ വരവേൽപ്പ് സിനിമയിലെ നായകൻ മുരളി വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായതും അതുപോലൊരു സാധ്യത ഇനി ഉണ്ടാകരുത് എന്ന് അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞു പോയതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ 2003 ശേഷം ഇപ്പോൾ 2024 ആകുമ്പോഴേക്കും ഇപ്പോൾ കിറ്റെക്സ് കേരളം വിട്ടുപോയതൊക്കെ നമ്മൾ കണ്ടു. കേരളത്തിലെ ഈ ഇൻവെസ്റ്റ്മെന്റ് സാഹചര്യങ്ങൾ കൂടുതലൊന്നും മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന സമ്മിറ്റുകളിൽ നിന്ന് എന്ത് ഗുണഫലം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഇതിനു മുമ്പ് തന്നെ ശ്രീ EP ജയരാജൻ ഇവിടെ വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് സമ്മിറ്റ് നടത്തിയല്ലോ. ഒരു റിസൾട്ട് ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ പ്രേംകുമാർ തന്നെ പറയുന്നത്. കാരണം ഇതിനു മുമ്പ് നടത്തിയതൊന്നും റിസൾട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നടത്തുന്നെങ്കിലും റിസൾട്ട് ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹം പ്രതീക്ഷിക്കുന്നു, ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തന്നെ വരട്ടെ, നല്ലത് സംഭവിക്കട്ടെ. നോക്കി, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 4 വർഷം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 4 വർഷക്കാലത്തിൽ ഒരു ഹർത്താൽ പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല. വളരെ ക്രിയാത്മകമായിട്ട് ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് അനുകൂല സാഹചര്യം, അനുകൂല ഘടകമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്? ഇനി അനുകൂല ഘടകമായിട്ട് വരേണ്ടത് സർക്കാരിൻ്റെ അപ്രോച്ചാണ്, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ അപ്രോച്ചാണ്. അവിടെയാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇന്ന് ഞാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആ വേദിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടു. അവർ മാധ്യമങ്ങൾ ചോദിക്കേണ്ടത് നിലപാടുകളിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായ കടുംപിടുത്തം ഉപേക്ഷിക്കാൻ തയ്യാറില്ല എന്ന സന്ദേശമാണ് CPM കൊടുക്കുന്നത്. അങ്ങനെ ഒരു സന്ദേശം കൊടുത്താൽ എങ്ങനെയാണ് വ്യവസായികൾ ഇവിടെ നിർഭയമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക?
CPM ആണ് ആദ്യം പറയേണ്ടത്. ഞങ്ങളുടെ നിലപാട് മാറിയിരിക്കുന്നു, ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തിന് അനുകൂലമായിരിക്കുന്നു, ഈ മാർസിയൻ സിദ്ധാന്തം വെച്ചുകൊണ്ട്, ഇടതുപക്ഷ സിദ്ധാന്തം വെച്ചുകൊണ്ട് കേരളത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞങ്ങളുടെ നിലപാടുകൾ തെറ്റായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇതാ മാറി ചിന്തിക്കുന്നു എന്ന് പരസ്യമായി പറയാൻ തയ്യാറാവണ്ടേ? ആ പരസ്യമായി പറയാൻ ഇപ്പോഴും ഒരു വിമുഖത CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് അവിടെ കണ്ടു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ചരിത്രം കേരളം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വിസിബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും വളരെ വിസിബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രൊജക്റ്റും എല്ലാം നടന്നിട്ടുള്ളത് UDF സർക്കാരുകളുടെ കാലത്താണ്. ഉദാഹരണത്തിന് വിഴിഞ്ഞം പോർട്ടിന്റെ സമയത്ത് നമുക്കറിയാം, അവിടെ 6000 കോടിയുടെ അഴിമതി ഉണ്ടായി എന്ന് ആക്ഷേപിച്ചയാളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനീഷ്യേറ്റ് ചെയ്ത വിഴിഞ്ഞം പ്രൊജക്ടിന്റെ പേരിൽ വൻ അഴിമതി ആരോപണം ഉന്നയിച്ചു. പക്ഷേ ഇപ്പോൾ അവർക്ക് അന്വേഷണം പോലും വേണ്ട. ഒരു മിനിറ്റ്, ഞാൻ അവസാനിപ്പിക്കാം. കൊച്ചി മെട്രോ നമ്മുടെ മുന്നിലുണ്ട്, ഉമ്മൻചാണ്ടി സർക്കാർ ഇനീഷ്യേറ്റ് ചെയ്ത പദ്ധതിയാണ്. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഉണ്ട്, K. കരുണാകരൻ ഇനീഷ്യേറ്റ് ചെയ്ത പദ്ധതിയാണ്. അങ്ങനെ കേരളത്തിലെ വിസിബിൾ ആയിട്ടുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം നമുക്കറിയാലോ, ആ വിമാനത്താവളത്തിൽ വിമാനം പൊങ്ങുന്നത് എൻ്റെ ഹൃദയത്തിന് മുകളിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് പ്രവചിച്ച ആളുകൾ പിന്നീട് അതേ വിമാനത്താവളത്തിന് ഡയറക്ടർ ബോർഡിൽ അംഗമായതൊക്കെ നമ്മൾ കണ്ടു. അപ്പം നിലപാടുകൾ മാറ്റി എന്ന് പ്രഖ്യാപിക്കേണ്ടത് CPM ആണ്. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിന് അത് ഗുണപരമാവും. നോക്കൂ, കോൺഗ്രസ് പോലെ ഒരു പ്രതിപക്ഷ പാർട്ടി ഇന്ന് CPM ഭരിക്കുന്ന ഈ ഗവൺമെന്റിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ വികസന കാര്യത്തിൽ കൊടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നേരിട്ട് വന്ന് പ്രതിപക്ഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗ്യം എന്ന് അങ്ങ് പറയുന്നു. ഇപ്പോ കഴിഞ്ഞ ദിവസം മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ നമ്മുടെ വ്യവസായ മന്ത്രി P. രാജീവ് വന്നിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കിറ്റെക്സ് കേരളം വിട്ടു എന്ന് വ്യാപകമായ പ്രചാരണം ഉണ്ടാവുകയാണ്. കിറ്റെക്സ് കേരളം വിട്ടിട്ടില്ല എന്നുള്ളത്. ഇപ്പം അങ്ങ് പറയുമ്പോൾ ഞാൻ കിറ്റെക്സിന്റെ സൈറ്റിൽ കയറി നോക്കുമ്പോൾ അവരുടെ ഇപ്പോഴത്തെയും അവരുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ആലുവ കുന്നത്തുനാട് തന്നെയാണ്. കിറ്റെക്സ് കേരളം വിടുന്നു എന്നത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളുണ്ടായി. പക്ഷേ അതുണ്ടായിട്ടില്ല എന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി നമ്മളോട് പറയുന്നത്. ബാംഗ്ലൂരിലുള്ള മുഖ്യമന്ത്രിയുടെ മകളുടെ അഡ്രസ്സ് എവിടെയാണ്? മാധു, ബാംഗ്ലൂരിലുള്ള മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിന്റെ അഡ്രസ്സ് AKG സെന്ററിലായിരുന്നില്ലേ? അത് ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് കൊടുത്ത അഡ്രസ്സാണ് എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ, നമ്മൾ ആ വിഷയമല്ല. ഇപ്പോൾ കിറ്റെക്സ് കേരളം വിട്ടിട്ടില്ല എന്നുള്ളതാണ് വ്യവസായ വകുപ്പ് മന്ത്രി കേരളത്തോട് പറഞ്ഞൊരു കാര്യം. ഞാൻ അതിൽ പിന്നീട് ക്ലാരിറ്റി വരുത്തും എന്ന് വിചാരിക്കുന്നു. ശ്രീ പ്രേംകുമാറുമായി നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്യാം. അതിലേക്ക് വരാം. ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇന്നിപ്പോൾ ഇത് നോക്കൂ, കേരളവും കേന്ദ്രവും സാമ്പത്തിക കാര്യങ്ങളിൽ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ വലിയ തോതിൽ ഈ ബജറ്റുകൾക്കൊക്കെ ശേഷം ഉയർന്ന ഇടത്താണ് 3 കേന്ദ്രമന്ത്രിമാർ വന്ന് വാനോളം പുകഴ്ത്തുന്നത്. നിതിൻ ഗഡ്കരി വലിയ വലിയ പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം വികസനത്തിന്റെ കവാടമാണ്. കേരളത്തിലെ വിമാനത്താവളമടക്കം കൊച്ചി മെട്രോ അടക്കമുള്ള പദ്ധതികൾ മാതൃകയാണ് എന്നതടക്കം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ കേരളത്തിന്റെ വികസനത്തെ കേന്ദ്ര സർക്കാർ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്, അല്ലേ? അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങ് പറഞ്ഞല്ലോ, ഈ കേന്ദ്രവും കേരളവും തമ്മിൽ 2 ധ്രുവങ്ങളിലാണെന്നുള്ളത്. 2 ധ്രുവങ്ങളിലാവുന്നത് കേരളത്തിൻ്റെ കടമെടുപ്പും കേരളത്തിൻ്റെ കെടുകാര്യസ്ഥവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് BJP കൃത്യമായിട്ടൊരു പോളിസിയുണ്ട്. നോക്കൂ, നമുക്കറിയാമല്ലോ, ഈ രാജ്യം ഇപ്പോൾ ഒരു സുവർണ്ണ കാലഘട്ടത്തിൽ, സാമ്പത്തിക മേഖലയിൽ ഒരു സുവർണ്ണ കാലഘട്ടത്തിലൂടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് രാജ്യം മാറിക്കഴിഞ്ഞു. പ്രാദേശികമായിട്ടുള്ള സമ്പദ്ഘടനയുടെ വികസനം ഉണ്ടെങ്കിലാണ് രാജ്യത്തിൻ്റെ വികസിത ഭാരതം എന്ന് പറയുന്ന നമ്മുടെ 2047 വികസിത ഭാരത കാഴ്ചപ്പാട് നമുക്ക് മുന്നേറാൻ സാധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളം ഇപ്പോഴത്തെ ഇനീഷ്യേറ്റീവ് നമുക്ക് അഭിനന്ദിക്കാൻ വയ്യ. ഇതിനകത്ത് 2 കാര്യങ്ങളാണുള്ളൂ. ഒന്ന്, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഈ കമ്മ്യൂണിസ്റ്റ് മൂലധനത്തിൽ നിന്ന് അല്ലെ മാർക്സിസ്റ്റ് മൂലധനത്തിൽ നിന്ന് കോർപ്പറേറ്റ് മൂലധനത്തിലേക്ക് പോകുന്നത് സത്യസന്ധമാകണമെങ്കിൽ മാത്രമാണ് ഈ കേരളത്തിൽ വികസനം സാധ്യമാവുകയുള്ളൂ. ഈ സന്ദീപ് വാര്യർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ നോക്കൂ, ഈ വരവേൽപ്പ് സിനിമ അന്ന് AK ആന്റണി ആദ്യമായിട്ട് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് കേരളത്തിൽ നടത്തുന്നത്, അന്ന് ആദരണീയനായിട്ടുള്ള വാജ്പേയി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള പ്രസംഗം. ഇപ്പോൾ അത് വിക്കിപീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അന്നും അദ്ദേഹം കേരളത്തിൽ വന്ന സമയത്ത് ഈ കേരളത്തിൻ്റെ ഇടതുപക്ഷ സർക്കാരിനെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതു മനസ്ഥിതിയുടെ വികസനത്തോടുള്ള കാഴ്ചപ്പാടിനെ അന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അന്ന് മെൻഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ അന്ന് അവിടെ വന്ന് ആ ഗ്ലോബൽ മീറ്റിനകത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയേക്കാൾ ധാർഷ്ട്യത്തിലായിരുന്നു അന്ന് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിനകത്ത് വന്നിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം. അപ്പോൾ നോക്കൂ, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ചില കടുംപിടുത്തങ്ങളാണ് ഈ കേരളത്തിൻ്റെ വികസനത്തെ മുരടിപ്പിച്ചെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. 2 മുന്നണികൾ 2 പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ കേരളത്തിൻ്റെ വികസനമാണ് ഇത്രയും കാലഘട്ടമായിട്ട് മുരടിച്ചിട്ടുള്ളത്. ഇപ്പോഴും പറയുന്നത് കേരളം വലിയ രീതിയിലുള്ള ഇൻഡെക്സ് സൂചികയിൽ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. നമ്മൾ സത്യസന്ധമായി ഇവർ പറയുന്നൊരു വാക്കുണ്ട്, കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി ആയിട്ടുള്ളൂ. ഇപ്പോൾ നോക്കൂ, കേരളത്തിൻ്റെ അതേ സമയത്ത് തന്നെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്.
ഗുജറാത്ത് അവരുടെ പ്രോഗ്രാം കൃത്യമായിട്ട് തുടങ്ങി. ഇപ്പോൾ 2024 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് പ്രോഗ്രാം നടന്നു. അവിടെ 14 ദിവസം കൊണ്ട് അവിടുത്തെ മൂലധന നിക്ഷേപമായി വന്നത് 24.2 ലക്ഷം കോടി രൂപയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ന് എല്ലാ പത്രങ്ങളിലും നമ്മുടെ രാജീവിൻ്റെ വ്യവസായ മന്ത്രിയുടെ ഒരു ലേഖനമുണ്ട്. കേരളത്തിൽ ഒരു വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് 22,000 കോടി രൂപയാണ്. അപ്പോൾ ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മളെക്കാൾ പിറകിലായിരുന്നു മഹാരാഷ്ട്ര ഇന്ന് മൂലധന നിക്ഷേപത്തിലും വ്യാവസായികമായ വളർച്ചയിൽ ഇന്ന് രാജ്യത്തിന് നമ്പർ 1 മാറുന്നു. ഇപ്പോൾ വിദേശ നിക്ഷേപത്തിൽ നമ്പർ 1 ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. 2ാം സ്ഥാനത്ത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയാണ്. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനമായ തെലുങ്കാനയുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഈ 2 മുന്നണികളുടെ നയമാണ് കേരളത്തിൻ്റെ പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ട് വികസനത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നയം. അതുകൊണ്ടാണ് ഇന്ന് നോക്കൂ 3 ലക്ഷം കോടി കേരളത്തിൽ ഒന്നും തരുന്നില്ല എന്നാണല്ലോ പറയുന്നത്. ഇന്ന് 3 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് ഇന്ന് ആദരണീയനായിട്ടുള്ള ഗഡ്കരിജി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യവികസനവുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിൻ്റെ നിലപാടാണ് മാറുന്നത്. ആ മാറ്റം അവർ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഞങ്ങൾ കരുതുന്നത്. പിണറായി വിജയനും വ്യവസായ മന്ത്രിക്കും ഒക്കെ മനസ്സിലായി രാജ്യവികസനത്തിൽ നയപരമായ പോളിസി ചേഞ്ച് ഞങ്ങൾ വിധേയമായില്ലെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാധ്യതയുണ്ടാകും. നമ്മുടെ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക്. ജയൻ ചൗധരി ഇവിടെ വന്നിട്ട് കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി കേരളത്തിൽ നിക്ഷേപിക്കൂ എന്ന് ആവശ്യപ്പെടുകയാണ്. പീയൂഷ് ഗോയൽ പറഞ്ഞ മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം പോവുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ മുൻ പ്രധാനമന്ത്രി വന്നപ്പോഴും രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം പോകാതെ മാറി നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ രീതിയിൽ കേരളത്തിൽ കൃത്യമായ ഒരു എഫോർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പ്രതിപക്ഷത്തിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായി കാണേണ്ട കാര്യമാണ് എന്ന് തോന്നുന്നു. ശ്രീ രാജീവ്, ഇപ്പോൾ ഏതു സർക്കാർ ഏതു പാർട്ടി എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെയും സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വക്താക്കളുടെയും ഒക്കെ അവകാശവാദങ്ങളാണ്. അതിനപ്പുറത്ത് വ്യാവസായിക സമൂഹം, സംരംഭക സമൂഹം ഒക്കെ ഇതിനെ കാണുന്നത് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, തങ്ങൾക്ക് വലിയ പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കാൻ, നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, തൊഴിൽ നൽകാനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ആയിട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു പശ്ചാത്തലം, അങ്ങനെ ഒരു പരിസരം ഉരുവപ്പെട്ട് വരുന്നുണ്ടോ? ഇന്ന് ഗ്ലോബൽ ഇൻവെസ്റ്റ് കേരള മീറ്റ് അത് യഥാർത്ഥത്തിൽ കേരളത്തിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പുതിയൊരു ഉദയമാണ്. ഒരു വിപ്ലവകരമായ ഒരു മുന്നേറ്റം നടത്താനുള്ള എല്ലാ രീതിയും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കമാണ്. നമുക്കത് എത്രത്തോളം മുതലെടുക്കാം എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മൾ ഈ രാഷ്ട്രീയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ചതുകൊണ്ടോ ഒന്നും തന്നെ വലിയൊരു എന്താ പറയുക നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നില്ല. കാരണം നമ്മൾ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിനകത്തുള്ള ജനങ്ങൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ കുടിയേറ്റക്കാരായിട്ടുള്ള ഒരു സ്വഭാവമുള്ള മലയാളി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കുടിയേറിക്കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ളത്. സ്വാഭാവികമായും മിഡിൽ ഈസ്റ്റിലും മറ്റ് യൂറോപ്യൻ കൺട്രിയിലും അമേരിക്കയിലും മറ്റൊക്കെ. പക്ഷേ നമുക്കിപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ അറിയാം. എല്ലാ ഭാഗത്തു നിന്നും തിരിച്ചയക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മളെ മുന്നിൽ കാണുന്നത്. ഇപ്പോൾ ഗൾഫ് കൺട്രിയുടെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇലക്ട്രിക് വെഹിക്കിളും മറ്റൊക്കെ ലോകത്തിലൊരു വിപ്ലവകരമായ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുക. അവിടെയും തൊഴിലവസരങ്ങൾ കുറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള അവസരങ്ങൾ നമ്മളത് പരമാവധി മുതലെടുക്കാൻ വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം AI കാലഘട്ടമാണ്. AI കൺട്രോൾ ചെയ്യുന്ന റോബോട്ട്സ് തൊഴിൽശാലകളിൽ വർക്ക് ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും തൊഴിൽ നഷ്ടപ്പെട്ട് മലയാളി തിരിച്ചു വരുന്നൊരു അവസ്ഥയുണ്ടാകും. അപ്പം മലയാളി ഇവിടെയുള്ള അവസ്ഥ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം നമ്മളെ അവസരങ്ങൾ മുതലെടുക്കാൻ പറ്റുമോ, എത്രത്തോളം ലോകത്തിൻ്റെ മുന്നിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ ഇവിടെ നിന്നുകൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതൊരു കൂട്ടായ പ്രയത്നത്തിലൂടെ കൂടി മാത്രമേ നടക്കത്തുള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞത് കൊണ്ടോ കാര്യങ്ങൾ ഇത് പറഞ്ഞത് കൊണ്ടോ എവിടെയും എത്താൻ പറ്റാത്ത ഇനിയും നമ്മൾ സമയം ഡിലേ ആക്കുകയാണെങ്കിൽ നമ്മളതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഒരു സംരംഭകൻ എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഡോക്ടർ പ്രേംകുമാർ, ചുവപ്പ് നാടയിൽ കുരുങ്ങില്ല വ്യവസായ സംരംഭകർ എന്നുള്ളതാണ് ഇന്ന് മന്ത്രി P. രാജീവ് വ്യക്തമാക്കിയൊരു കാര്യം. കേരളത്തിൽ സർക്കാർ
കാര്യങ്ങൾ ചട്ടപ്പടി എന്നൊരു പഴഞ്ചൊല്ല് പോലും ഉണ്ടായിട്ടുള്ളതാണ്. നമുക്ക് ഏറെ പിന്നോട്ട് പോകേണ്ടി വന്നു. അതായത് മറ്റു സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തി പിന്നോട്ട് പോകേണ്ടി വന്നു എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് സ്വാംശീകരിക്കാമായിരുന്ന പലതരത്തിലുള്ള മുന്നേറ്റങ്ങൾക്ക് ചില കാഴ്ചപ്പാടുകൾ പല കാലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അത് എക്സിക്യൂട്ടീവിന്റെ കാഴ്ചപ്പാടാകട്ടെ മറ്റാരുടെ കാഴ്ചപ്പാടാകട്ടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിലൊരു മാറ്റം വരിക എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷയോടെ നോക്കുന്ന ഒന്ന് തന്നെയാണ്. അതിലിപ്പോൾ ശ്രീ രാജീവ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രവാസത്തിന്റെ കാലയളവ് ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അതിന്റെ ഏറ്റവും അങ്ങേ അറ്റത്തെ സാഹചര്യത്തിലാണ്. ഇതിൽ മുന്നോട്ട് പോക്കില്ല എന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ ആളുകൾ തിരികെ വരും, അവരെ നമുക്ക് തൊഴിൽ നൽകേണ്ടതുണ്ട്. കോവിഡ് കാലത്ത് എത്ര ആളുകൾ തിരികെ വന്നു? കോവിഡ് കാലത്തിന് ശേഷം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ മുന്നോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ അതിന് മുൻപത്തെ അത്രയും ഒരു ചാലകശേഷി അതിന് കൈവന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ പലതരത്തിൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്ന ആളുകൾക്ക് നമുക്കിവിടെ തൊഴിൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്, വരുമാനം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ജീവിത സാഹചര്യം എന്ന് പറയുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കേരളത്തിന് കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നതാണ്. അവിടെ നമുക്കൊരു പരിമിതി എന്താണ്? ഇപ്പൊ ഗുജറാത്തിന്, മഹാരാഷ്ട്രയ്ക്ക്, കർണാടകയ്ക്ക്, തമിഴ്നാടിന് ഒക്കെ അവകാശപ്പെടാൻ കഴിയുന്ന ഒന്ന് എന്താണ്? വ്യവസായികളെ ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് സ്ഥലം കൊടുക്കാനുണ്ട്. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന സ്ഥലമുണ്ട്, ഉപയോഗമില്ലാതെ കിടക്കുന്ന സ്ഥലം നമുക്കതില്ല. നമ്മളൊരു വളരെ ചെറിയ സംസ്ഥാനമാണ്. എന്നിട്ട് പോലും ഈ ബജറ്റിൽ വ്യവസായങ്ങൾക്കുള്ള സ്ഥലം സംസ്ഥാന സർക്കാരിന്റെ സ്ഥലത്തിൽ നിന്ന് കൊടുക്കും എന്നൊരു വാഗ്ദാനമായി നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാധ്യമായ കാര്യങ്ങൾ എന്നുള്ളിടത്താണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായും. പക്ഷേ ഈ ചർച്ചകളൊക്കെ തന്നെ ചില പൊതുബോധം എന്ന് പറയുന്ന അബദ്ധധാരണകളുടെ പുറത്താണ്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് വരൽ മാത്രമല്ല. കേരളത്തെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പിണറായി വിജയൻ നിരന്തരം പറയുന്ന ആ വാക്കിലൂടെയാണ് സർവ്വതല സ്പർശിയായ വികസനം എന്നുള്ളതാണ്. അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വികസനത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു ഇടതുപക്ഷ മനസ്സുള്ള നാടാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ വിഭിന്നമായിരിക്കുന്നതും. ആ ഇടതുപക്ഷ മനസ്സ് കോൺഗ്രസ് പാർട്ടി പോലും വലിയൊരു പരിധിവരെ സ്വാംശീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ BJP-ക്കാർക്ക് പോലും ഒരു പരിധിവരെ അതിനോട് സമരസപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ചില ഘട്ടങ്ങളിൽ വല്ലാത്ത കാർക്കശ്യങ്ങൾ നമ്മളെ പിന്നോട്ട് വലിച്ചിട്ടുള്ളത് സത്യമാണ്. പക്ഷേ കേരളത്തിലെ വ്യവസായ മേഖലയിൽ സ്വകാര്യ മേഖല ഇല്ല, വളരെ കുറവാണെന്ന് പറയുന്നത് ശുദ്ധ വിഡ്ഢിത്തമാണ്. കാരണം എന്താ അറിയോ? കേരളത്തിൽ ഏറ്റവും ആക്റ്റീവായിരിക്കുന്ന 4 മേഖലകൾ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, IT, ടൂറിസം. നോക്കൂ നിങ്ങൾ, ആരോഗ്യ മേഖലയിൽ സർക്കാർ സംവിധാനങ്ങളെക്കാൾ സ്ട്രോങ് ആണ് നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ. എഡ്യൂക്കേഷനിൽ കഴിഞ്ഞ ദിവസം ബിന്ദു മിനിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു 80% ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലാണ്. IT-യിൽ 90% നമ്മുടെ ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും ഒക്കെ സർക്കാർ ഫെസിലിറ്റേറ്റ് ചെയ്താണെങ്കിലും അതിലുള്ള ഓൺട്രപ്രീനേഴ്സ് 90% സ്വകാര്യ മേഖലയിലുള്ളതാണ്. ടൂറിസത്തിൽ 95% സ്വകാര്യ സംരംഭകരാണ്. ഇവരൊക്കെയാണ് നമ്മുടെ നാട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മളെ ഈ പീക്ക് ആൻഡ് മെമ്മറി എന്ന് പറയുന്ന പോലെ നമ്മുടെ മെമ്മറിയിലേക്ക് വരുന്നത് ഒരു വരവേൽപ്പ് സിനിമയും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇൻസിഡൻസും ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ പ്രതിപക്ഷം ഇന്ന് അല്ലെങ്കിൽ VD സതീശൻ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇതിന് സപ്പോർട്ട് കൊടുക്കേണ്ടി വന്നതെന്ന് നമുക്കറിയാം. 2 ആഴ്ചയായി ബഹളം തുടങ്ങിയിട്ട് ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ആഗോള റാങ്കിംഗ് കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് കേരളം ലോകത്തില്, അതായത് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ 46% വളർച്ച കൈവരിച്ച സമയത്ത് കേരളത്തിൻ്റെത് 254% എന്നുള്ള കണക്കുകളൊക്കെ പറഞ്ഞ് ബഹളം ഒരു ആർട്ടിക്കൽ വന്ന സമയത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് ഭയങ്കര ബഹളമായിരുന്നു. അവരുടെ അഖിലേന്ത്യാ നേതൃത്വത്തോട് പറഞ്ഞു മിണ്ടാതിരിക്കൂ, ശശി തരൂർ പറഞ്ഞതാണ് ശരി എന്നുള്ളത്. ഇനി ഇതിന്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ ചവിട്ടി പുറത്താക്കുമെന്നുള്ളൊരു അവസ്ഥയിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും അത് സ്വാഗതാർഹമാണ്. ഇതെനിക്ക് പറയേണ്ടി വന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി പിന്നെയും കളവ് പറയുന്നു എന്നുള്ളതുകൊണ്ടാണ്. 2 തരത്തിലുള്ള കളവ് പറയണം. ഒന്ന്, ഞാൻ പറയാത്ത കാര്യം പറയാന്നുള്ളതാണ്. EP ജയരാജൻ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റ് നടത്തിയിരുന്നു. അതിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ കാലത്ത് പ്രോഗ്രാംസിന് വരുന്ന ആളുകളുടെ മൂഡും ഇപ്പോൾ വരുന്ന ആളുകളുടെ മൂഡും രണ്ടാണെന്നുള്ളതാണ്. രണ്ടാമത്തെ ആൾ പറയുന്നത് കിറ്റെക്സ് കേരളം വിട്ടു. അതായത് വാട്സപ്പിൽ അടിച്ചുവിടുന്ന പോലെ ഒരു സാധനം കോൺഗ്രസിന് പ്രതിനിധി അടിച്ചുവിടുകയാണ്. കിറ്റെക്സിന് കേരളത്തിലും തെലുങ്കാനയിലുമാണ് ഫാക്ടറികൾ ഉള്ളത്. കേരളത്തിലെ ഫാക്ടറി അവിടെ തന്നെ ഉണ്ട്. അതിനുശേഷം അവർ തെലുങ്കാനയിൽ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ കോഴിക്കോട് നിന്ന് തുടങ്ങിയ ഒരുപക്ഷെ ഗ്ലോബലി തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ജ്വല്ലറി ബ്രാൻഡാണ് മലബാർ ഗോൾഡ്. 350 സ്റ്റോർ എങ്ങാണ്ടായി. കേരളത്തിൽ കുറച്ച് സ്റ്റോറുകളേ ഉള്ളൂ. അവർ ലോകത്തിന്റെ പല ഭാഗത്തുമാണ് സ്റ്റോറുകൾ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മലബാർ ഗോൾഡ് കേരളം വിട്ടു എന്നല്ലല്ലോ.
അതേപോലെ കിറ്റക്സിന്റെ കേസിൽ അയാൾക്ക് വേറെ കുറച്ച് പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് നിങ്ങളെ മീഡിയയുടെ വലിയ സപ്പോർട്ടും കിട്ടിയോണ്ട് അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടായി എന്നുള്ളത് മാത്രമാണ്. ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സർവ്വതല സ്പർശിയായിട്ടുള്ള അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് ഇക്കോളജിയും ഇക്കോണമിയും ഇക്വിറ്റിയും ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് സസ്റ്റൈനബിൾ ആവുക. അല്ലാതെ പച്ച 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 എന്നുള്ളതല്ല. ഈ മൂന്ന് കാര്യങ്ങളെയും സമ്മേളിപ്പിച്ചുകൊണ്ട് പീപ്പിൾ, നേച്ചർ, ഇൻഡസ്ട്രി ഈ മൂന്ന് കീവേഡ്സും സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള അത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ഇപ്പം ശ്രമിക്കുന്നത്, ചെയ്യുന്നത്. അത് മാത്രമല്ല, പ്രഖ്യാപനങ്ങളല്ല, ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ മേജർ പാർട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള സമ്മിറ്റാണ് നടക്കുന്നത്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇട്ട കല്ലും പി രാജീവ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങളും തമ്മിൽ ഉള്ള വ്യത്യാസം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൺവേർഷൻ റേറ്റ് എന്നുള്ളതാണ്. പറഞ്ഞ കാര്യം എങ്ങനെ നടപ്പിലാവുന്നു എന്നുള്ളതാണ്. അത് നാഷണൽ ഹൈവേയുടെ കേസിൽ നമ്മളെ കണ്ടതാണ്. നാഷണൽ ഹൈവേ 66ന്റെ കേസിൽ നമ്മളെ കണ്ടതാണ്. സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ നേതാവായ ഉമ്മൻചാണ്ടി തുടങ്ങിയതാണ്. നടക്കില്ല എന്ന് പറഞ്ഞ് പൂട്ടിയതാണ്. അന്നും ഗഡ്കരി തന്നെയായിരുന്നു കേന്ദ്രമന്ത്രി. LDF-ഉം പിണറായി വിജയനും അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അത് റിയാലിറ്റി ആയത്. ഒരു കൊല്ലത്തിനുള്ളത് റിയാലിറ്റി ആവാൻ പോവാണ്. കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതി നോക്കൂ നിങ്ങൾ. BJP-യും കോൺഗ്രസും സകലമാന വലതുപക്ഷ കക്ഷികളും പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് മുടക്കിയതാണ്. ഇന്ന് ആ വേദിയിൽ വെച്ച് പീയൂഷ് ഗോയലിന് ഒരു വരിയാണെങ്കിൽ ഒരു വരി ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് സിൽവർ ലൈൻ എന്ന് പരാമർശിച്ചു എന്നുള്ളിടത്താണ് എത്രത്തോളം പ്രാക്ടിക്കലാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ് LDF കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ. അത് നടപ്പിലാക്കുന്നതിൽ കാണിക്കുന്ന സ്കൂളുകൾ നന്നാക്കുമെന്ന് പറഞ്ഞാൽ സ്കൂളുകൾ നന്നാക്കുകയാണ്, ആശുപത്രികൾ നന്നാക്കുമെന്ന് പറഞ്ഞാൽ ആശുപത്രികൾ നന്നാക്കുകയാണ്, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എൻഹാൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എൻഹാൻസ് ചെയ്യാണ്. കണ്ണൂരിൽ വിമാനത്താവളം വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ യാത്രാ വിമാനം ഇറങ്ങുന്നു എന്നാണ്, മറ്റേ മിലിറ്ററി ഫ്ലൈറ്റ് വന്ന് പോവുക എന്നുള്ളതല്ല. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇത് അടിസ്ഥാനപരമായ വ്യത്യാസമാണ്. വ്യാവസായിക വികസനത്തിന് ചാലകശക്തിയാകുന്നത് എന്നുള്ളതാണ് ഡോക്ടർ പ്രേംകുമാർ വളരെ ആർജവത്തോടു കൂടി പറയുന്നത്. ശ്രീ സന്ദീപ് വാര്യർ, നടക്കുന്നതേ പറയുകയുള്ളൂ, പറയുന്നത് നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് പല വേദികളിൽ CPM-ന്റെ മന്ത്രിമാർ ആർജവത്തോടു കൂടി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ സർക്കാരിന് മുന്നിൽ വെക്കുമ്പോൾ അതിനെതിരെ നിന്നിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിലെ ജനം ചവിട്ടി പുറത്താക്കുമെന്ന തിരിച്ചറിവിൽ നിന്നാണോ ശശി തരൂരടക്കം തിരികൊളുത്തിവിട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ഈ ക്യാമ്പിനെ ശ്വാസം മുട്ടിച്ചത് കൊണ്ടാണോ ഒടുവിൽ ഇവിടെ വന്ന് ഞങ്ങൾ കൂടി ഇതിൽ സഹകരിക്കും എന്ന ഒരു തീരുമാനം? ഇപ്പൊ പോസിറ്റീവ് പൊളിറ്റിക്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അങ്ങനെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം, ഗതികേടിന്റെ പ്രശ്നം കൊണ്ട് കൈ കൊടുക്കുകയായിരുന്നോ കേരളത്തിലെ പ്രതിപക്ഷം? മാധു, പഴയൊരു സിനിമയില് ഒരു ബാറിനെതിരായിട്ടുള്ള സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കള്ളുഷാപ്പ് മുതലായിട്ടുള്ള ജഗതി നിരോധന സമര നേതാവായിട്ടുള്ള ശങ്കരാടിയെ കൊണ്ടുവരുന്നുണ്ട്. ഈ ബാറിനെതിരെ സമരം ചെയ്യാമെന്ന ശങ്കരാടി തൊട്ടു മുമ്പിലെ കള്ളുഷാപ്പ് കണ്ടപ്പോൾ ആ കള്ളുഷാപ്പ് ആദ്യം സമരം ചെയ്ത് പൊട്ടിച്ച് കളയാമെന്ന് പറഞ്ഞ് ഉദ്ഘാടകൻ തന്നെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്ന ദൃശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി കൊണ്ടുവന്നുള്ള പീയൂഷ് ഗോയൽ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? ഇവർ പറഞ്ഞിരുന്ന തള്ളി മറിച്ചിരുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സാധനം 5 വർഷമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലില്ല, അത്തരത്തിലുള്ള റാങ്കിങ്ങേ ഇല്ല എന്ന് കേന്ദ്രമന്ത്രി വന്നു പറഞ്ഞതാണ്. വാസ്തവത്തിൽ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നയാൾ തന്നെ അവർക്കെതിരായിട്ടുള്ള നിലപാട് ആദ്യം തന്നെ സ്വീകരിച്ചു, മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ് തള്ളി മറിക്കുന്നതിൻ്റെയൊക്കെ ആധാരമായിട്ടുള്ള റാങ്കിങ് എന്ന് പറയുന്നതാണല്ലോ. അങ്ങനെ ഒരു റാങ്കിങ്ങേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നില്ല എന്നുള്ളത് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് എന്താണ്? പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതേ പറയുന്ന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം കണ്ടല്ലോ നിങ്ങൾ. ഉമ്മൻചാണ്ടി പറഞ്ഞു, നടത്തി. നിങ്ങൾ 6000 കോടിയുടെ അഴിമതി ഉണ്ടെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയെ പറപ്പിക്കുന്ന പറഞ്ഞത്. പിന്നെ എന്താ കണ്ടത്? അദാനിയുടെ ബലൂൺ എടുത്ത് പറത്തുന്നല്ലേ കണ്ട്. ഇന്ന് അദാനിയുടെ മകനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേദിയിൽ ഇരുത്തേണ്ടി വന്നല്ലോ. ഞങ്ങൾ അധികാരത്തിരുന്ന സമയത്ത്, കോൺഗ്രസ് അധികാരത്തിരുന്ന സമയത്ത് 6000 കോടിയുടെ അഴിമതി, അത്രയും പണം ഇല്ലാത്ത, അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത പദ്ധതിയിൽ അത്രയും അഴിമതി ഉണ്ടെന്ന് ആക്ഷേപിച്ചാരാ നിങ്ങൾ. ഇന്ന് അതേ പദ്ധതിയെ നിങ്ങൾ വാനോളം പുകഴ്ത്തുന്നു. നിങ്ങൾ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനെതിരെ സമരം ചെയ്ത ആളുകളാണ്. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്. ഇന്ന് അതേ സ്റ്റേഡിയത്തിൽ നിങ്ങൾ ദിവ്യ ഉണ്ണിയുടെ ഭരതനാട്യം നടത്താനെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റേഡിയം ആവശ്യമുണ്ട്. അവിടെ നടക്കേണ്ടത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മുടെ കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം മുഖ്യമന്ത്രി കരുണാകരൻ ഇനിഷ്യേറ്റ് ചെയ്താണ്. നിങ്ങൾ അതിനെ എതിർത്തതാണ്. അവിടെ നിന്ന് ഇപ്പോൾ വിമാനം ഉയർന്നു പോകുന്നുണ്ട്, വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് കേരളത്തിന്റെ സമസ്ത മേഖലയിലും വികസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയിലെ വിമാനത്താവളമാണ്. ലോകവുമായിട്ടുള്ള കേരളത്തിന്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് കൊച്ചിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. നിങ്ങൾ മുടക്കാൻ നോക്കിയതാണ്. കൊച്ചിയിലെ മെട്രോ
കോൺഗ്രസ് ഗവൺമെന്റ് ഇനീഷ്യേറ്റ് ചെയ്താണ്. ഇന്ന് നടന്നു, റിയാലിറ്റിയായി മാറി. നിങ്ങൾ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ വിസിബിൾ ആയിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റ് വർക്കും UDF മുഖ്യമന്ത്രിമാർ ഇനീഷ്യേറ്റ് ചെയ്തതാണ്. ആകാശത്ത് നോക്കിയാൽ പൂട്ടിക്കിടക്കുന്ന സകല കമ്പനിയും നിങ്ങളുടെ ചെങ്കൊടി കുത്തി പൂട്ടിച്ചിട്ടുള്ളതാണ്. കോൺഗ്രസിന്റെ കൊടി കുത്തി കേരളത്തിൽ ഒരു കമ്പനിയും പൂട്ടിയിട്ടില്ല. CPM-ന്റെ കൊടി കുത്തിയിട്ട് ചെങ്കൊടി കുത്തിയിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നുള്ളിടത്താണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. അല്ല, ഞാൻ അതിലേക്ക് വരാം മാധു. നമ്മുടെ കേരളത്തിലെ സിന്തറ്റിന്റെ മുതലാളിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. വിജു ജേക്കബിന്റെ ആത്മകഥ സുഗന്ധ ജീവിതത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവിടെ നടന്നിട്ടുള്ള തൊഴിൽ സമരങ്ങളെ കുറിച്ച്, അതിന് നേതൃത്വം കൊടുത്ത ആളെ കുറിച്ച് പറയുന്നുണ്ട്. ആരാന്നറിയാലോ? ഇപ്പൊ കേരളത്തിന്റെ വ്യാവസായിക മന്ത്രി അന്ന് നടത്തിയിട്ടുള്ള സമരങ്ങൾ അറിയാലോ. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കാൻ നേതൃത്വം കൊടുത്ത ആൾ തന്നെ ഇപ്പൊ ആ വ്യവസായങ്ങളെ സംരക്ഷണ വേഷം കെട്ടി വരുമ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഈ കുറച്ച് ദിവസം മുമ്പ് ലുലുവിന്റെ യൂസഫ് അലി സാറിന്റെ ഒരു പ്രസംഗം വളരെ വൈറലായിട്ടുണ്ടായിരുന്നു. എന്താ പ്രസംഗം? അദ്ദേഹം പറയുന്നത് ലുലു മോൾ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ പ്രക്ഷോഭം നയിച്ച ആളുകളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞ ഏതാനും ദിവസത്തിനകം കുടുംബസമേതം അതിനകത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ്. 10,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ലുലു മോളിനെതിരെ സമരം നടത്തിയ ആളുകൾ ഇപ്പോ ഈ കേരളത്തിലെ വ്യവസായ ശ്രീ പ്രിഞ്ചു മഹാദേവ്, ഇപ്പോൾ സംസ്ഥാനത്തിന് തനത് വരുമാനം കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ജീവിത നിലവാരം എന്ന് പറയുന്നത് അത് പിന്നോട്ട് പോകാൻ കഴിയാത്ത ഒന്നാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പല പ്രഖ്യാപനങ്ങൾക്കെതിരെ, പലതരം പരാമർശങ്ങൾക്കെതിരെ വലിയ വിമർശനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരെ ഉണ്ടായി. നിതിൻ ഗഡ്കരി കേരളത്തിന്റെ എക്കാലത്തെയും എന്നതുപോലെ സൗഹൃദപരമായ സമീപനം സ്വീകരിച്ച ഒരു കേന്ദ്രമന്ത്രിയാണ്. 3 ലക്ഷം കോടിയുടെ പുതിയ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് വളരെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് കേരളം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ സമീപനം തുടരും എന്നുള്ളത് ഇപ്പോൾ നോക്കൂ, ഒരു തരത്തിലും നടക്കില്ല സിൽവർ ലൈൻ എന്ന് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് പലർ പറഞ്ഞ BJP ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ പീയൂഷ് ഗോയൽ അവിടെ നിന്ന് അതിനെ പ്രശംസിച്ച് സംസാരിക്കുകയാണ്. നമുക്ക് ആ വാക്കുകളൊന്ന് കേൾക്കാം, അതിനുശേഷം അങ്ങയുടെ പ്രതികരണം എനിക്ക് കേട്ടാൽ കൊള്ളാം എന്നുണ്ട്. The opportunities that Kerala offers, whether it is tourism, whether it is manufacturing, whether it is logistics, in every sphere, Kerala is at the forefront of development. Kerala continues to promote newer and newer infrastructure. In fact, Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasargod, which will reduce the time to only 4 hours. Shri Prinju Mahadev. ഈ കേന്ദ്രം ഒരിക്കലും ഈ സംസ്ഥാന സർക്കാരിനെതിരല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇവിടെ ആസൂത്രിതമായിട്ട് കേന്ദ്ര സർക്കാരിനെ വരിഞ്ഞു മുറുക്കുക എന്നുള്ള ഒരു പ്രചരണം, അതിപ്പോൾ ക്ഷേമനിധി ആയിക്കോട്ടെ, ആശാ വർക്കർമാരുടെ കാര്യമായിട്ട് അതൊരു കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പൊതു CPM ഇടതുപക്ഷ സ്റ്റൈലിന്. പക്ഷേ ഞങ്ങൾ വളരെ ഉദാര സമീപനമാണ് ഈ സംസ്ഥാന സർക്കാരിനോട് ഉണ്ടായിട്ടുള്ളത്. മധു, കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2,26,000 കോടിയുടെ വികസേതര പദ്ധതിയേതര പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകിയിട്ടുള്ള സർക്കാരാണ് ഈ നരേന്ദ്രമോദി സർക്കാർ. ഇപ്പം തന്നെ നമുക്ക് 3 ലക്ഷം കോടിയുടെ പ്രഖ്യാപനം വളരെ ഓപ്പൺ ഫോറത്തിലാണ് പ്രഖ്യാപിക്കുന്നത്. അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ. പിന്നെ ഗഡ്കരിക്ക് മാത്രം ഒരു സംസ്ഥാന സർക്കാരിന് സ്നേഹം അങ്ങനെയൊന്നുമില്ല. കേന്ദ്ര സർക്കാരിന് ആകെ കേരളത്തിൻ്റെ വികസന സമീപനത്തോട് വളരെ ഉദാരമായിട്ടുള്ള സമീപനം തന്നെയാണുള്ളത്. ഇപ്പോൾ സിൽവർ ലൈന് ഞങ്ങൾ എതിരാണെന്ന് പറഞ്ഞത് കേരളം സമർപ്പിച്ച TPR-നെതിരെയാണ്. കേരളം വെച്ചിട്ട് അതേ DPR വെച്ചുകൊണ്ട് സിൽവർ ലൈൻ നടക്കില്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ അതിവേഗ ട്രെയിനുകൾക്കോ ബുള്ളറ്റ് ട്രെയിനുകൾക്കോ ഞങ്ങൾക്കെതിരല്ല. ഇപ്പോൾ മുംബൈ ടു അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ വരുന്നു, അതിവേഗ ലൈനിലാണ്. ഇനി നോക്കൂ, ആ രീതിയിലേക്കാണ് ഈ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വെച്ചിട്ടുള്ള ആ TPR-മായി ബന്ധപ്പെട്ടുള്ള അതിനാണ് ഞങ്ങളെതിരെ. അല്ലാതെ ഞങ്ങളിവിടെ അതിവേഗ ട്രെയിൻ വരുന്നതിനോ അല്ലെങ്കിൽ അതിവേഗ റെയിൽപാത വരുന്നതിനോ 4 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞങ്ങളെതിരല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അന്ധമായിട്ടുള്ള വികസന വിരോധ നയവുമില്ല. അങ്ങനെ ഒരു വേദി ആയതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. തുറന്ന പിന്തുണയല്ല സിൽവർ ലൈന് എന്നുള്ളതാണോ BJP മനസ്സിലാക്കുന്നത്? അല്ല, ഒരു സംശയം വേണ്ട. പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സിൽവർ ലൈൻ അത് അതേപടി കേരളത്തിൽ നടക്കില്ല, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ സിൽവർ ലൈൻ അല്ലെങ്കിൽ അതിവേഗ ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ കേന്ദ്ര സർക്കാരിൻ്റെ നിയതമായ ചട്ടക്കൂടുകൾക്ക് അനുസൃതമായി കൊണ്ട് കേരളത്തിൽ വരുന്നത് കൊണ്ട് ഞങ്ങൾ യാതൊരു തരത്തിലുള്ള എതിരും നിൽക്കില്ല. ഞങ്ങൾ വികസനത്തിനെതിരല്ലോ. ഞങ്ങൾ അന്ധമായ ഒരു ഇടതുപക്ഷ പരിപ്രേക്ഷ്യം പോലെ എല്ലാം വരുന്ന സമയത്ത് ആ വികസനത്തിനെതിരല്ല. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ അതിവേഗ ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സിൽവർ ലൈൻ ഞങ്ങൾ എതിരാണ്. അത് കേരളത്തിൽ നടക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരി, ശ്രീ രാജീവ്, ഇപ്പോൾ
പല മേഖലകൾ തിരിച്ചുകൊണ്ടാണ് അവിടെ ഇത്രയധികം ചർച്ചകൾ നടക്കുന്നത്. അതിൽ പുറത്തു നിന്നടക്കമുള്ള ആളുകൾ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൽ AI ആൻഡ് റോബോട്ടിക്സ് ഉണ്ട്, എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ഉണ്ട്, ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങ് തന്നെ ഉൾപ്പെട്ടിട്ടുള്ളതുപോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിരവധി സംരംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഭാവി. ഈ വഴിക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതായത് സാധാരണഗതിയിൽ സർവീസ് സെക്ടറിലേക്കുള്ള കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയ്ക്കൊക്കെയാണ് നമ്മൾ ഒരു ഘട്ടത്തിൽ കണ്ടിരുന്നത് മുന്നോട്ട് പോകാനുള്ള വഴി. അതിനപ്പുറത്തേക്ക് സംരംഭകത്വത്തിലൂടെ കൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ചില തോന്നലുകൾ, ചില വഴികൾ, ആശയങ്ങളൊക്കെ തെളിയുകയാണ്. ഇന്നവിടെ ഈ ചർച്ചകളുടെ ഒക്കെ സമാന്തരമായി അവിടെ എത്തുന്ന സംരംഭകർ, അവിടെ എത്തുന്ന പാനലിസ്റ്റുകളായിട്ടുള്ളവർ, അവിടെ കേൾക്കാനെത്തുന്ന ആളുകളൊക്കെ പരസ്പരം കൈമാറുന്ന ചില ആശയങ്ങൾ കൂടിയുണ്ടല്ലോ. അത് എത്രത്തോളം പ്രതീക്ഷാ നിർഭരമാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ഇവൻ്റാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായും 100% സപ്പോർട്ടാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഉദ്യോഗസ്ഥന്മാർ ആ മിഷനറി ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാണ്. ഇനി ചില ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാർ പല മേഖലകളിലും അവർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവർക്ക് പോലും ബോധം വരുന്ന രീതിയിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇവിടെ ഇപ്പോഴും നമ്മൾ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നം, ഞാൻ എന്ന് പറയുന്നൊരു സംരംഭകന് എനിക്ക് ഗവൺമെൻറ് ഭാഗത്തുനിന്നോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നോ ഒരു ഭാഗത്തു നിന്നും എനിക്കൊരു പ്രശ്നവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കും കൂടുതൽ ഉയരത്തിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെയുണ്ട് എന്നുള്ള 100% വിശ്വാസം എനിക്ക് ഇവിടെയുണ്ട്. എന്നിൽ ബോധ്യമുണ്ട്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടത്താൻ പോകുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ, എതിർ പാർട്ടികളെയൊക്കെ ഇത് പറഞ്ഞൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ കേരളത്തിൽ ഇന്ന് കാണുന്ന വലിയൊരു കേരളത്തിൽ എന്തോ കെട്ടുകാർ ഇതാക്കുന്നു, അല്ലെങ്കിൽ മറ്റിതാക്കുന്നു. ഐ മീൻ കേരളത്തിൽ ഒരു വ്യവസായ സൗഹൃദമല്ല എന്നുള്ളത്. കേരളം 100% വ്യവസായം ഞങ്ങളൊക്കെ ഇവിടെ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ജനങ്ങളിൽ ആ പറയുന്ന ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ സംരംഭകർ, അത് ചെറുതും വലുതുമായിക്കോട്ടെ, അത് വരാൻ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നു, ഉദ്യോഗസ്ഥന്മാർ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ഇവിടെ വരേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ അവർ ഈ പറയുന്ന ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു മൂവ്മെൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപകടകരമായ ഒരു രീതിയിലേക്ക്, കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ എല്ലാം മറന്നുകൊണ്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ ഒരു സാഹചര്യത്തിന് ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. ശ്രീ രാജീവ്, അവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വളരെ വലിയൊരു സപ്പോർട്ടാണ്, മാതൃകയാണ് മുന്നോട്ട് വെക്കുന്നത്. ശ്രീ രാജീവ്, അങ്ങേക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വലിയ സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്നവർ നാളെ പ്രതിപക്ഷത്ത് പോയാലും ഈ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഞങ്ങളൊരു ഹർത്താൽ പോലും നടത്തിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ ഏത് സർക്കാർ നടത്തുന്നു, അല്ലെങ്കിൽ ഏത് പാർട്ടി അതിന് നേതൃത്വം നൽകുന്നു എന്നതിനപ്പുറത്ത് ഇതിനൊരു തുടർച്ച വേണ്ടേ? ആ ഒരു തുടർച്ച ആഗ്രഹിക്കുന്നില്ലേ ഈ സമൂഹം? ഞാൻ ഇവർ പറഞ്ഞ അഭിപ്രായത്തിന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് വളരെ സന്തോഷകരമായൊരു ഇതാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചിട്ട്, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ സാക്ഷരതാ യജ്ഞം നടത്തിയില്ലേ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട്. അതുപോലെ ഇവിടെ ഒരു വ്യവസായവൽക്കരണം, അല്ലെങ്കിൽ ഇവിടെ ഒരു സംരംഭകത്വ രീതിയിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു മൂവ്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. ആ മൂവ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ഇത് മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എങ്കിലും മാത്രമേ ഇവിടെ നമ്മൾ ലോകത്തിലൊട്ടുക്കും. ഞാൻ പറയുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മളിവിടെ ടൂറിസം രംഗത്ത് അതിഭയങ്കരമായ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണ് കേരളം. 44ഓളം പുഴകൾ, അനവധി കൈത്തോടുകൾ, ഇതൊക്കെ ഉള്ള ഇവിടെ ഓരോ ആൾക്കാർക്കും അവരുടെ വീടിനടുത്ത് വെച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ, സംരംഭത്വം തുടങ്ങാം. പക്ഷെ ഇത് തുടങ്ങണ്ടെങ്കിൽ എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊരു കൂട്ടായി ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് നമ്മളത് പോകേണ്ടതുണ്ട് കേരളത്തിലേക്ക്. ഇപ്പം നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും, കേരളത്തിനകത്ത് ഈ പറയുന്ന ഫോറിൻ ടൂറിസ്റ്റുകൾ കൈയൊഴിഞ്ഞൊരവസ്ഥയാണുള്ളത്. ആ അവസ്ഥ മാറണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിന് ക്ലീനിങ് വേണം. അതിനൊന്നിച്ചു നിന്നുകൊണ്ട് വരുന്ന ഈ പറയുന്ന ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ സൽക്കരിക്കണം,
അവരോട് എങ്ങനെ പെരുമാറണം, അത് താഴെ തട്ടിലുള്ള ഓട്ടോ ഡ്രൈവർമാർ മുതൽ മുകളിലുള്ള എല്ലാവരും അതിനകത്തേക്ക് ഉള്ള ഒരു എല്ലാവർക്കും ബോധം ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാവരും അതിന് അനുകൂലമായി പ്രവർത്തിക്കണം. അതായത് കേരളം എല്ലാവരും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ പറ്റും. വലിയ വിപുലമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന കാര്യം. വൃത്തിയോടെ ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് മനുഷ്യർ, ലോകമെമ്പാടുമുള്ള മനുഷ്യർ വന്നു ചേരില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ കൃത്യമായി നമ്മളൊരു എഫോർട്ട് ഇടേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ വരുന്ന ആളുകളെ, ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുന്നൊരു രീതി, അവരുടെ ജീവനോ സ്വത്തിനോ അവരുടെ അഭിമാനത്തിനോ ഒന്നും കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതൊക്കെ പ്രധാനമാണ്. അതൊക്കെ മനുഷ്യൻ, നമ്മൾ കേരളീയർ ഒരു എഫോർട്ട് എടുത്ത് ചിന്തിക്കേണ്ടതാണ്. ഒരു സംവിധാനത്തിന് മാത്രമല്ല, ഒരു സമൂഹത്തിനും കൂടി ആ കാര്യത്തിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ശ്രീ പ്രേംകുമാർ, ഇപ്പോൾ ഈ മേഖലകൾ തിരിച്ച് നമ്മൾ വിശദമായ ചർച്ച നടത്തുന്നു. ധാരണാപത്രമൊന്നും ഒപ്പുവെക്കുന്നില്ല, താല്പര്യപത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് നടപ്പിലാക്കാനുള്ള പരമാവധി ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെ സമാപന സമ്മേളനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒന്ന്. ഇപ്പോൾ അങ്ങ് നേരത്തെ ശ്രീ സന്ദീപ് വാര്യർ സംസാരിക്കുന്നതിനിടയിൽ പലതവണ കൈയുയർത്തുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത്തരം ഒരു ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പറയേണ്ടതില്ല, അവനവൻ്റെ ഊഴത്തിൽ പറയട്ടെ എന്നൊരു നിലയ്ക്കാണ്. ഇപ്പോൾ പ്രതിപക്ഷം ഈ രീതിയിൽ കൂടി പോസിറ്റീവായിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരുന്നതിനൊപ്പം തന്നെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കേണ്ടി വരുമെന്ന കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യവസായം വരുമ്പോൾ, നമ്മൾ വ്യവസായ സൗഹൃദമാകുമ്പോൾ, അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ മറ്റുള്ളവർ സ്വാംശീകരിച്ചെന്ന അവകാശവാദം അവിടെ ഉന്നയിക്കാം. പക്ഷേ വ്യവസായങ്ങൾ വരുമ്പോൾ വ്യവസായങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുത്താൽ മാത്രം പോരാ, സമൂഹത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യം കൂടി ചർച്ചയ്ക്ക് വരണമല്ലോ. അതൊരു ബിസിനസ് സമ്മിറ്റിൽ സ്വാഭാവികമായ ചർച്ച ഉണ്ടാവില്ല. അത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നാണ്. അല്ല, മാധുവിന്റെ സംശയം ന്യായമാണ്. അതായത് ഈ UI എല്ലാം സൈൻ ചെയ്യപ്പെടുന്നു, ഇതെല്ലാം റിയലൈസ് ചെയ്യപ്പെടുമോ എന്നുള്ളത്. റിയലൈസ് ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കാൻ മലയാളിയെ നിർബന്ധിക്കുന്ന ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 2016 LDF അധികാരത്തിൽ വരുന്ന സമയത്ത് ഒരു പ്രകടന പത്രികയും അതിൻ്റെ അകത്ത് 650 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. 2021 ഇതേ മുഖ്യമന്ത്രി, ഇതേ പാർട്ടി, ഇതേ മുന്നണി ജനങ്ങളെ നേരിട്ടത് ആ പഴയ പ്രകടന പത്രികയും നടപ്പിലാക്കിയ കാര്യങ്ങളുടെ ലിസ്റ്റുമായിട്ടായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പിണറായി വിജയൻ പിന്നെയും മുഖ്യമന്ത്രിയാവുന്നത്. ഇതാണ് ട്രാക്ക് റെക്കോർഡ് LDFന്റെ. ആ കാര്യം ഈ കഴിഞ്ഞ 8 വർഷക്കാലം നടപ്പിലാക്കിയ കാര്യം അത് ഇനിയുള്ള 1.5 വർഷക്കാലം കൂടെ 8 വർഷക്കാലം നടപ്പിലാക്കിയത് ഇനിയുള്ള കാലവും കൂടെ നടക്കുമെന്നുള്ള കാര്യം കേരളത്തിലെ ആളുകൾക്ക് വിശ്വാസമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതിനെതിരെ ഇവർ പറയുന്നത് പച്ചക്കളവാണെന്നുള്ളതാണ്. അതാണ് സന്ദീപ് വാര്യർ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ കൈ ഉയർത്തിയത്. അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളത് ഇപ്പോഴില്ല എന്ന് പറയുന്നത് എന്തുപോലെയാണെന്നറിയോ? കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ നിലവിലുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ നമ്മൾ മലയാളികൾ പറയാ? ഞാൻ പറയും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഇല്ല. IRCTയുടെ സൈറ്റിൽ കൊച്ചുവേളി എന്നൊരു സ്റ്റേഷൻ ഇല്ല. അതിൻ്റെ പേര് ട്രിവാൻഡ്രം നോർത്ത് എന്നാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് നിങ്ങളുടെ കൊച്ചി സ്റ്റുഡിയോയിലാണോ എറണാകുളം സ്റ്റുഡിയോയിലാണോ എനിക്കറിയില്ല. എറണാകുളം സൗത്ത് എന്നാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് എയർപോർട്ടിൻ്റെ പേര്. എവിടെയാണ് കൊച്ചി, എവിടെയാണ് എറണാകുളം എന്നുള്ളത് പോലെയാണ്. എൻ്റെ ഫോൺ നോക്കിയിട്ട് ഒരാൾ ഏതാണ് ഫോൺ എന്ന് ചോദിച്ചാൽ 3 ഉത്തരങ്ങൾ പറയാം. എറ്റിസെലാത്ത് ആണെന്ന് പറയാം, ജിയോ ആണെന്ന് പറയാം, ഐഫോൺ ആണെന്ന് പറയാം. 3ഉം ശരിയാണ്, 3ഉം തെറ്റുമാണ്. ഇനി ഇതിനകത്തേക്ക് വരാം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ബിസിനസ് ചെയ്യാൻ എളുപ്പമുണ്ടാവുക എന്നുള്ളത്. അതിനു വേണ്ട പ്ലാൻ ഉണ്ടാക്കാനുള്ളതാണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉറപ്പുവരുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ പ്ലാനാണ് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. ഇത് രണ്ടും രണ്ടല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ? ഈ പറയുന്ന BRAP ആയി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു വെബ്സൈറ്റിലാണ് കേന്ദ്ര ഗവൺമെന്റ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആ വെബ്സൈറ്റിന്റെ അഡ്രസ് എന്താണെന്നറിയോ മാധു? സന്ദീപ് വാര്യർ നോക്കിക്കോളൂ. eodb.dpit.gov.in ആണ്. അതിനകത്ത് പീയൂഷ് ഗോയൽ പറയുന്ന ആ സെന്റൻസ് ഞാൻ വായിക്കാം. ഒരു ഇവന്റ് നടത്തിയിരുന്നു. അതായത് BRAP പ്രകാരം ഏതൊക്കെ സ്റ്റേറ്റ്, ഏതൊക്കെ UTs വന്നു എന്നുള്ള അതിൽ അയാൾ പറയുന്ന വാചകം എന്താണെന്നറിയോ? Event recognized the outstanding work of states and UTs through BRAP facilitation in enhancing ease of doing business. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റേഷനാണ് BRAP എന്നുള്ളത്.
അപ്പോഴാണ് ഇവിടെ കുറെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സന്ദീപ് വാര്യരെ പോലെ കോൺഗ്രസിന്റെ ആളുകൾ ഇല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല, BRAP ഉള്ളൂ എന്ന് പറയുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണെന്നറിയോ? ഞാൻ BJP അല്ല RSS ആണ്, RSS അല്ല BJP ആണ് എന്ന് പണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞതുപോലുള്ള ഒരു പറയലാണത്. ഞാൻ താമസിക്കുന്നത്, നിങ്ങളുടെ ഡ്രൈവർ എന്നെ പിക്ക് ചെയ്തത് ഗോകുലം പാർക്ക് എന്നുള്ള ഹോട്ടലിൽ നിന്നാണ്. അതിന് വേറൊരു പേരുണ്ട്, ആ പേര് സരോവർ പോർട്ടിക്കോ എന്നാണ്. ഏതാണ് പേര് എന്ന് തർക്കിക്കുന്ന പോലെ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നൊരു സിസ്റ്റമാണ്, രണ്ടാമത്തെ നടപ്പിലാക്കാനുള്ള സംവിധാനമാണ്. ഇതാണ് ഇപ്പോൾ അവരുടെ കയ്യിൽ ആകപ്പാടെ ബാക്കിയുള്ളത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല എന്നുള്ളത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതും P. രാജീവ് മിനിസ്റ്റർ പറഞ്ഞതും ശരിയാണ്. കേന്ദ്ര ഗവൺമെന്റും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇനി BRAP റാങ്കിങ്ങിലും ഒന്നാം സ്ഥാനം കേരളത്തിന് തന്നെയാണെന്നേ. നിങ്ങൾ ഈ വാക്കിന്റെ മുകളിൽ പിടിച്ച് തൂങ്ങിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ വാദിച്ചെടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? വേറെ ഒന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു കാര്യവും പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് മലയാളികൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും കാലവും ചെയ്ത കാര്യങ്ങളുടെ തെളിവ്, അത് ഗെയിൽ പൈപ്പ് ലൈൻ ആയിരുന്നാലും, നമ്മുടെ ഹൈവേ ആയിരുന്നാലും, വിദ്യാഭ്യാസ രംഗമായിരുന്നാലും, ആരോഗ്യ രംഗമായിരുന്നാലും, നമ്മുടെ മുന്നിൽ ഇങ്ങനെ വളരെ കൃത്യമായ, ഗോവിന്ദ മാഷി ഭാഷയിൽ പറഞ്ഞാൽ മൂർത്തമായ ഉദാഹരണങ്ങളെ കിടക്കും. ഒറ്റ കാര്യം കൂടെ, പ്രിന്റു മഹാദേവ് പറയുന്നതാണ്, പിണറായി വിജയൻ ആവിഷ്കരിച്ച സിൽവർ ലൈൻ നടപ്പിലാക്കില്ല. പിണറായി വിജയൻ ആവിഷ്കരിച്ചതല്ല സർ സിൽവർ ലൈൻ. അതായത് സംസ്ഥാനങ്ങളുടെ പകുതി പങ്കാളിത്തത്തിൽ 49% ഇക്വിറ്റിയിൽ, കേന്ദ്ര ഗവൺമെന്റ് 51% ഇക്വിറ്റിയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹൈസ്പീഡ് റെയിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ്. ഇന്ത്യയിൽ നിലവിലുള്ള നിയമപ്രകാരം ഒരു സംസ്ഥാന ഗവൺമെന്റിനും 1 കിലോമീറ്റർ പോലും റെയിൽ പാളം ഉണ്ടാക്കാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റിന് പറ്റുള്ളൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും അനുകൂലമായേ പറ്റുള്ളൂ. പേര് നിങ്ങൾ എന്ത് വേണേ മാറ്റിക്കോളൂ, റാക്ക് മാറ്റിക്കോളൂ, പക്ഷെ കേരളത്തിന് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ എന്നുള്ളത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഇപ്പോ വളരെ കൊണ്ടുവന്ന് നടപ്പിലാക്കില്ല എന്നുള്ളത് ഇതാണ് വൃത്തികെട്ട വാശി. ശരി, മറുപടി പറയാനുള്ള സാവകാശം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതിനോടൊപ്പം ചേർത്ത് ഇതുകൂടി പറയണം. ഇപ്പൊ നോക്കൂ, BRAP ആണ് എങ്കിലും, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് എങ്കിലും, എന്തു തന്നെയായാലും കേരളം ഒരു എഫോർട്ട് എടുക്കുന്നുണ്ട്, അത് മുന്നോട്ട് പോകുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ കാലങ്ങളെക്കാൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന ഒരു അഭിപ്രായം രൂപീകരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായ കാര്യമല്ലേ? അതാണ് തരൂർ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ക്യാമ്പിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത്. അങ്ങനെ നമ്മൾ എന്ന് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ശ്രീ പ്രേംകുമാർ പറഞ്ഞ BRP അതിൻ്റെ റാങ്കിങ്ങിൽ കേരളം 1ാം സ്ഥാനത്താണെന്നുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കേരളം 1ാം റാങ്കിലാണെന്ന് പറയുന്നത്? BRP റാങ്കിങ്ങിൽ കേരളം 1ാം സ്ഥാനത്താണെന്ന് കാണിച്ചു തന്നാൽ മതി. നിങ്ങളുടെ രാജീവ് ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് പോരാ, ബ്ലാബ്ലാ പറഞ്ഞാൽ പോരാ. അങ്ങനെ ഒന്നിനും കേരളം 1ാം സ്ഥാനത്തല്ല. വെറുതെ പറയരുത്. നിങ്ങൾ അല്ലല്ല വായിച്ചു തരണ്ട. നിങ്ങൾ വെറുതെ ഞാൻ ബാക്കി പറഞ്ഞോട്ടെ. അത് എവിടെയും എത്തുകയില്ല. ഈ പറയുന്ന BRAP ടോപ്പേഴ്സ് പ്രേംകുമാർ എന്റെ സമയം കഴിഞ്ഞ് സംസാരിക്കോ? ഒരു റിപ്പോർട്ടിൽ BRAPയിൽ ടോപ്പർ ആയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കേരളം, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ കേരളത്തിന്റെ പേരാണ് ആദ്യം പറയുകയും ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് P. രാജീവ് കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ അടക്കം അവൈലബിൾ ആണ് നമുക്ക്. ഇനി അങ്ങ് പറഞ്ഞോളൂ. അത്തരത്തിൽ ഒരു റാങ്കിങ്ങിലും കേരളം 1ാം സ്ഥാനത്തല്ല. അത് നിൽക്കട്ടെ, ഞാൻ ചർച്ച ചെയ്യാം. ബാക്കി കാര്യങ്ങൾ പൂർണ്ണമായും പറഞ്ഞ ശേഷം നിങ്ങൾ തർക്കിച്ചോ. ഇവിടെ പ്രേംകുമാർ പറഞ്ഞ കാര്യങ്ങൾ അത് പൂർണ്ണമായും തെറ്റാണ്. ഇവർ അവകാശപ്പെട്ടിരുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്താണെന്നുള്ളത്. ഇപ്പൊ അതല്ല, മറ്റൊന്നിൽ റിഫോംസിൽ ഞങ്ങൾ 1ാം സ്ഥാനത്താണെന്നുള്ള പുതിയ ന്യായവാദമായിട്ട് വന്നിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. നേരത്തെ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല എന്നുള്ളത് പീയൂഷ് ഗോയൽ പറഞ്ഞു. എന്താ ഇതിൽ കാരണം? ചൈന ഇത്തരത്തിൽ ചില ഫേക്കായിട്ട്, ഇവർ CPMന്റെ മാതൃകയാണല്ലോ, അല്ലെങ്കിൽ രാജീവിന്റെ മാതൃക ചൈനയാണല്ലോ. ചൈന അവർക്ക് വേണ്ടി ചില കൃത്രിമങ്ങൾ നടത്തിയ സമയത്ത് വേൾഡ് ബാങ്ക് തന്നെ ഇത്തരത്തിലുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് നിർത്തുന്ന പരിപാടി അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഇന്ത്യയും അത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു റാങ്കിങ്ങും ഇല്ല. അപ്പൊ ഇല്ലാത്ത റാങ്കിങ് ഉണ്ടെന്നാണ് അവർ ആദ്യം മുതലേ അവകാശപ്പെട്ടിരുന്ന ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? BJPയുടെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഇവിടെ നിതിൻ ഗഡ്കരി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ പുതുതായിട്ട് പ്രഖ്യാപിച്ചു എന്ന രീതിയിൽ പറഞ്ഞു. അത് ശരിയല്ല. ഏറ്റവും ഒറ്റ ഉദാഹരണം മാത്രം പറയാം. ഉദാഹരണം എന്താ? ഈ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ 2018 പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനത്തിനപ്പുറം ആ പദ്ധതിയുടെ ഒരു ഇഞ്ച് സ്ഥലത്ത് പോലും റോഡ് പണിയുമായി മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. എത്ര വർഷം കഴിഞ്ഞെന്ന് ആലോചിക്കണം.
ഏകദേശം 8-9 വർഷം കഴിഞ്ഞു പ്രഖ്യാപനം കഴിഞ്ഞിട്ട് ഇനിയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ പറയുന്നത് 6 മാസം കഴിഞ്ഞാൽ തുടങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പലതവണ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ ആവർത്തിക്കുന്നതിനപ്പുറം നിതിൻ ഗഡ്കരി പുതുതായി ഒന്നും കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ജനങ്ങളെ പറഞ്ഞ് വിഡ്ഢികളാക്കാൻ വേണ്ടി BJP-യുടെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1. 2. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൻ്റെ സ്ട്രേറ്റ് ചോദ്യമാണ്. BJP-യുടെ എതിർപ്പ് എന്ന് പറയുന്നത് DPR മാത്രമായിരുന്നില്ല. ഞാൻ ആ പാർട്ടിയുടെ ഭാഗമായിരുന്ന സമയത്ത് അന്ന് സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വന്ന സമയത്ത് വെള്ളം കുടിച്ചാണ്. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാതെ ഞങ്ങൾ ബുദ്ധിമുട്ടിയതാണ്. കാരണം BJP-യുടെ എതിർപ്പ് കേവലം DPR മാത്രമല്ല, ഫിനാൻഷ്യൽ വയബിലിറ്റി കൂടി BJP-യുടെ എതിർപ്പിന്റെ കാരണമായിരുന്നു. സ്റ്റേറ്റ് BJP-യുടെ സംസ്ഥാന ഘടകത്തിന്റെ എതിർപ്പിന്റെ കാരണമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, സിൽവർ ലൈൻ ഇപ്പോൾ DPR മാറ്റിയാലും ഫിനാൻഷ്യൽ വയബിലിറ്റി ഉണ്ടോ? കേരളത്തിന് ഇത് നടപ്പാക്കാനുള്ള സാമ്പത്തിക സ്രോതസ് ഉണ്ടോ? ഇത് ലാഭകരമാകുമോ? ലാഭകരമാവില്ല എന്നുള്ളത് എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ സമരം ചെയ്തത്. ഞാനും നിങ്ങളുമൊക്കെ ഒരു പാർട്ടിയുടെ ഭാഗമായ സമയത്ത് ഞാൻ എത്രയോ സമരപരിപാടികൾ ഇതിനുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം ചെയ്തയാളാണ്. അന്ന് മുഴുവൻ BJP പറഞ്ഞത് ഇത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല, കാരണം കേരളം എന്ന സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ നിലപാട് മാറ്റി. കാരണം എന്താ അറിയോ? പിണറായി വിജയനും കേന്ദ്രത്തിലെ BJP-യും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അവർ തമ്മിൽ അന്തർധാരയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് സിൽവർ ലൈൻ അനുകൂലമായി പറഞ്ഞു. ഇനി പുതിയ DPR-ന്റെ കാര്യമൊന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടില്ല. കേന്ദ്രമന്ത്രി പറഞ്ഞത് പഴയ DPR വെച്ചിട്ടാണ്. ഏത്? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പഴയ പിണറായി വിജയൻ സർക്കാർ വിഭാവനം ചെയ്ത അതേ DPR പോയില്ല. ഇത് പൂർണ്ണ പിന്തുണയല്ല എന്നുള്ളതാണ് ശ്രീ പ്രിൻറ്റു മഹാദേവ് പറഞ്ഞത്. ശ്രീ പ്രിൻറ്റു മഹാദേവ്, അങ്ങനെ സംസ്ഥാനത്തിന് അനുകൂലമായ അല്ലെങ്കിൽ സംസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടിന് പിന്തുണ നൽകാൻ കഴിയുന്ന ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് അത്തരത്തിൽ ഒരു പ്രകടനപരത മാത്രമായിരുന്നോ ഇന്ന് അവിടെ കണ്ടത്? ഇപ്പോൾ 2018 പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്, അതിനുവേണ്ടിയാണ് ഇപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയ്ക്ക് നിതിൻ ഗഡ്കരി പറഞ്ഞത് തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിന്ന്. അല്ല, സന്ദീപ് വാര്യർ അത് കൃത്യമായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ് മനസ്സിലാക്കുന്നു. 896 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള 31 പുതിയ പദ്ധതികൾക്കാണ് ഗഡ്കരി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പഴയ പദ്ധതികളിൽ ചിലത് മുടങ്ങിക്കിടക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുള്ളത് കൊണ്ടാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അനവധി പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥം മുടങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതിനെ താരതമ്യപ്പെടുത്തല്ല സന്ദീപേ. ഇവിടെ സ്വാഭാവികമായിട്ട് 31 പുതിയ പദ്ധതികളുടെ പദ്ധതികൾ ഓരോന്നായിട്ട് എനിക്ക് വായിച്ചു തരാനുണ്ട്. ഓരോന്ന് വായിച്ചു കഴിഞ്ഞാൽ 31 പുതിയ പദ്ധതികൾ 891 കിലോമീറ്റർ പദ്ധതിയാണ്. അത് ആ 6 വരി പാതയുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ളൊരു വികസന രേഖയാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടക്കുന്ന സമയത്ത് 3 ലക്ഷം കോടിയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് കേരളത്തിനും അവിടെ വരുന്ന ആളുകൾക്കും ഉണ്ടാക്കുന്ന ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാർ പ്രാദേശികമായിട്ടുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. കേരളത്തിൻ്റെ സാമൂഹികമായ പരിവർത്തനത്തിൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് കൃത്യമായിട്ട് ശാസ്ത്രീയമായി പഠിച്ചതുകൊണ്ടാണ് അതിന് തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ടല്ല പീയൂഷ് ഗോയലിൻ്റെ സമീപനമായിക്കോട്ടെ, കേന്ദ്ര സർക്കാർ, നമ്മൾ കേരളം എന്ന് പറയുന്നത് നമ്മൾ അറബിക്കടലിന് അപ്പുറത്തുള്ള ഒരു പ്രദേശമൊന്നും ഉള്ളല്ലോ. ഈ രാജ്യത്തിൻ്റെ വികസനത്തിനൊപ്പം തന്നെ കേരളത്തിന് അതിൻ്റെതായ പങ്കുകളുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൂറിസത്തിൻ്റെ അനന്തമായിട്ടുള്ള വികസന സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഇന്നവരെ കേരളം പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ 1982 ആഗോളതലത്തിൽ കോവളം മോഡൽ ഉണ്ടായിരുന്നു. ഈ തീർത്ഥാടന സർക്യൂട്ടും അതുപോലെ ടൂറിസം സർക്യൂട്ടും ഒക്കെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചവരൊന്നും പിന്നെ അതിനെപ്പറ്റി മിണ്ടിക്കേട്ടിട്ടുമില്ല. അല്ല, ഞാൻ പറയട്ടെ, കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു ടൂറിസം ആയിരുന്നല്ലോ ഒരു ആഭ്യന്തര വരുമാനം കിട്ടിയിരുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല. ആ മേഖലയുടെ അവസ്ഥ അതൊന്നൊന്ന് പരിശോധിക്കണം. ശരാശരി നോക്കൂ, നമ്മൾ ശരാശരി കേരളത്തിൽ 3.5-നും 7.5-നും ലക്ഷം ഇടയിൽ വിദേശികൾ വന്നിട്ട സ്ഥലമാണ്. ഇന്ന് 1 ലക്ഷത്തിൽ താഴെയാണ് വിദേശ സഞ്ചാരികളുടെ കേരളത്തിലേക്കുള്ള വരവ്. നമ്മൾ മനസ്സിലാക്കണം, അവരിന്ന് സിംഗപ്പൂരിനെയും തായ്ലൻഡിനെയും ശ്രീലങ്കയെയും പോലെയുള്ള നമ്മളെക്കാൾ വളരെ താഴ്ന്ന നിലവാരമുള്ള ടൂറിസം മേഖല ഇന്ന് അവിടെ വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായി അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ആ വരുമാനത്തിൽ വലിയ രീതിയിലുള്ള നഷ്ടം കേരളത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആഭ്യന്തര ടൂറിസത്തിൽ മുന്നോട്ട് പോയി എന്നാണ് പറയുന്നത്. ആഭ്യന്തര ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാനൊരു ടൂറിസ്റ്റാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരു 50,000 പേര് ഡെയിലി തന്നെ എറണാകുളം പോയി തിരിച്ചു വരുന്നുണ്ട്. അവരൊക്കെ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ ഭാഗമാണ്. അങ്ങനെയുള്ളൊരു മാനദണ്ഡത്തിലാണ് കേരളം ടൂറിസത്തിൽ നമ്പർ 1 എന്ന് പറയുന്നത്. അതല്ലല്ലോ മാനദണ്ഡം. കേരളത്തിൻ്റെ ശാസ്ത്രീയമായുള്ള ടൂറിസം മേഖലയിൽ സംരംഭങ്ങൾ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ പുതിയ ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ പുതിയ സംരംഭങ്ങൾ ഒരുപാട് സാധ്യതകൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ വ്യാവസായികമായി ഭൂമി ഏറ്റെടുക്കൽ എന്നതിനപ്പുറത്തേക്ക് IT മേഖല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖല, അതോടൊപ്പം തന്നെ നമുക്കറിയാമല്ലോ ഈ ഫുഡ് പ്രോസസ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ വിപ്ലവം. ഇപ്പോൾ അടിസ്ഥാനപരമായി കേരളത്തിൽ നിന്ന് മാത്രമുള്ള ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കളുടെ പുതിയ രൂപത്തിലുള്ള പേറ്റന്റ് ടൂറിസം മേഖലയിലൊക്കെ നമുക്ക് വലിയ തോതിൽ നമ്മൾ എഫോർട്ട് എടുക്കുകയും വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസത്തിന് മുൻപ് ശംഖുമുഖം കടപ്പുറത്ത് പോയവർക്ക് ഇന്ന് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വരും. അല്ലല്ല, അങ്ങ് പറഞ്ഞതിൽ വസ്തുതാപരമായ പിഴവുണ്ട്.
ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കൊച്ചിയിൽ നിന്ന് KSRTC ബസ്സിൽ കയറി തൃശ്ശൂർ പോകുന്നവരെ അല്ല ഇവിടെ ടൂറിസ്റ്റുകൾ എന്ന നിലയ്ക്ക് അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ടൂറിസ്റ്റ് സ്പോട്ടുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോകുന്നത്, അവിടെ പണം ചെലവഴിക്കുന്നവരെ എന്ന നിലയ്ക്കൊക്കെ തന്നെയാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഈ ആഭ്യന്തര ടൂറിസത്തിന്റെ കേരളത്തിന്റെ വളർച്ച രേഖപ്പെടുത്തുന്ന സമയത്ത് എന്ത് മാനദണ്ഡമാണെന്ന് ചോദിച്ചു. ഇതാണ് മാനദണ്ഡം. മറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ടൂറിസം പോലെയുള്ള വലിയ സാധ്യതകളുണ്ട്. ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് നമ്മുടെ പീയൂഷ് ഗോയൽ ആയിക്കോട്ടെ, ഗഡ്കരി ആയിക്കോട്ടെ പറഞ്ഞവർ കേരളത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. അപ്പൊ ടൂറിസം സംരംഭങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികളടക്കം മാറ്റമുണ്ട്. പിന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇവര് ഈ പുകമറയിലെ കണക്കിനപ്പുറത്തേക്ക് 6500 സ്റ്റാർട്ടപ്പ് പദ്ധതികൾ കേരളത്തിൽ വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഇവർ പറയുന്നു 65,000 പേർക്കാണ് തൊഴിൽ കൊടുത്തതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ശരാശരി ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതിയിൽ 10 പേർക്കാണ് തൊഴിൽ കൊടുക്കുന്നത്. നിങ്ങൾ ആന്ധ്രയിലെയും കർണാടകത്തിലെയും മഹാരാഷ്ട്രയിലെയും സ്റ്റാർട്ടപ്പ് പദ്ധതി നോക്കൂ. 1500 പേർക്കും 3000 പേർക്കാണ് മിനിമം ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതിയിൽ തൊഴിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പപ്പട കച്ചവടക്കാരൻ്റെയും അതുപോലെ തന്നെ ഇവിടെ അച്ചാർ മേക്കിംഗ് നടത്തുന്ന ആളുകളെയും ഇവിടെ ബാർബർ ഷോപ്പ് നടത്തുന്നവരെയും ഉദ്യം പോർട്ടലിൽ വെച്ചുകൊണ്ട് ഇവരെ എല്ലാവരെയും ഒരു സിംഗിൾ വിൻഡോയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വലിയ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ വ്യാവസായിക സൗഹൃദ നിക്ഷേപമായി എന്നുള്ള ഒരു കണക്കാണ്. ഞങ്ങൾ അത് ഓക്കെ അതിന്റെ ഒരു ചെറിയ അവസാനിപ്പിക്കുകയാണ്. നിക്ഷേപ പദ്ധതികൾ എത്ര ചെറുതാണെങ്കിലും അത് നമുക്ക് MSMEക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന പ്രാമുഖ്യം എത്രത്തോളമാണ്. അപ്പോൾ നിക്ഷേപ പദ്ധതികൾ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണ് എങ്കിലും അതിന് പ്രാമുഖ്യം നൽകി മുന്നോട്ട് പോകുക, സർവ്വതല സ്പർശിയായ വികസനം എന്നുള്ളതാണ് സർക്കാർ എടുത്തു പറയുന്നത് എന്നുള്ളത് നേരത്തെയും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞൊരു കാര്യമാണ്. എന്തൊക്കെയായിരുന്നെങ്കിലും നോക്കൂ, നമ്മൾ കേരളമാണ്, എല്ലാ കാര്യത്തിലും വിമർശന ബുദ്ധിയ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ കാണുന്നവരൊക്കെയാണ്. പക്ഷേ ഒരു വലിയ എഫോർട്ട് സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇത്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. 6 മാസം കഴിയട്ടെ, 1 വർഷം കഴിയട്ടെ, നമ്മൾക്ക് ഇതിന്റെ റിവ്യൂ നടത്താം. എന്തൊക്കെ ഇവിടെ നടപ്പിലായിട്ടുണ്ട്, എന്തൊക്കെ വാഗ്ദാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അതിൽ എത്ര മുന്നോട്ട് പോയിട്ടുണ്ട് എന്നത് നമ്മൾ കൃത്യമായി പരിശോധിക്കുകയും ചെയ്യും. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.